ഹായ് ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് ആയിട്ടുള്ള ട്രിപ്പിൾ ക്രോഷനെ കുറിച്ച് നോക്കാം. ഇതിന് ഡബിൾ ക്രോഷനെക്കാട്ടിയും ഒരു സ്റ്റെപ്പ് കൂടുതലാണ്. ഇത് നമ്മൾ 4th ചെയിൻ സ്പേസിലേക്കാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ 2 തവണ ഹുക്കിന് മുകളിൽ യാൺ ഓവർ ചെയ്യാം. അതിനുശേഷം 3 ചെയിൻസിനെ സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിൻ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് എപ്പോഴത്തെയും പോലത്തെ സെയിം പ്രോസസ്സ്, യാൺ ഓവർ ചെയ്യാം, സ്പേസിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 4 ലൂപ്സ് ഉണ്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യാം. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പായി. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പായി. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ആ 2 ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. ഇതിലെല്ലാം നമ്മൾ 2 വീതമാണ് ചെയ്യുന്നത്. അതായത് ആദ്യം തന്നെ നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യുക, അതിനുശേഷം നമ്മൾ ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുമ്പം എല്ലാം 2 വീതമാണ് ചെയ്യേണ്ടത്. ഇതിൽ സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂടുന്നത് പോലെ തന്നെ ഡബിൾ ക്രോഷേനേക്കാളും ഹൈറ്റും കൂടുതലായിരിക്കും. ഓരോ സ്റ്റിച്ചസ് കഴിയുമ്പോഴും ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് യാണിനെ ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചസ് ടൈറ്റ് ആൻഡ് നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരി, ബൈ.